ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് ശശികാന്ത് ഡയറക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന മൂവി കണ്ടു കഴിഞ്ഞു. ആക്ച്വലി ഇന്നലെയാണ് ഈ മൂവി OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിനകത്ത് റിലീസ് ചെയ്യുന്നത്. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് നയൻതാര, മാധവൻ, മീര ജാസ്മിൻ, സിദ്ധാർത്ഥ്, 4 പേരാണ്. ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ശശികാന്ത് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന മൂവി കൂടിയാണിത്. പുള്ളിക്കാരൻ അവിടുത്തെ അറിയപ്പെടുന്ന പ്രൊഡ്യൂസർ ഒക്കെയാണ്, പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഒരു മൂവി ഡയറക്ട് ചെയ്യുന്നത്. എന്തായാലും കഥയിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിലെ നന്മ, തിന്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ സ്ഥിരം സിനിമകളിൽ കണ്ടിട്ടുള്ള പോലത്തെ എല്ലാം തികഞ്ഞ നായകനോ നായികയോ ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഓരോ കഥാപാത്രങ്ങളും എപ്പം വേണമെങ്കിലും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സ്വപ്നങ്ങളുള്ള, അഭിലാഷങ്ങളുള്ള, അത് നടപ്പിലാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ടാണ് നയൻതാരയുടെ കുമുദ എന്ന് പറയുന്ന ക്യാരക്ടറും, അതുപോലെ തന്നെ സരവണൻ എന്ന് പറയുന്ന നമ്മുടെ മാധവൻ ചെയ്യുന്ന ക്യാരക്ടറും, പിന്നെ സിദ്ധാർത്ഥിന്റെ അർജുനൊക്കെ വരുന്നത്. ഇവർക്കൊക്കെ ഓരോരോ സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ നയൻതാരയുടെ കുമുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പുള്ളിക്കാരി ടീച്ചറാണ്. പക്ഷെ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു അമ്മയാവുക എന്നുള്ളതാണ്. അപ്പൊ അത് അവർക്ക് പോസിബിൾ ആവാത്തത് കൊണ്ട്, എന്നാൽ പിന്നെ IVF വഴി ഒരു കുട്ടിക്ക് ജന്മം നൽകാമെന്ന് തീരുമാനിച്ച് അവർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. അതേസമയം തന്നെ സരവണൻ എന്ന് പറയുന്ന മാധവൻ ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളിക്കാരനൊരു സയന്റിസ്റ്റ് ആണ്. ജല ഇന്ധനം എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം നടത്തി അത് ലോകം അംഗീകരിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. ഇപ്പുറത്ത് നിൽക്കുന്ന അർജുൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ, പുള്ളിക്കാരന് ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ഇന്ത്യ പാക് ക്രിക്കറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തന്റെ പഴയകാല ആ ഒരു ക്രിക്കറ്റിലെ ആർജവം ഒക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു നല്ല പ്ലെയർ എന്നുള്ള പേര് കേൾപ്പിക്കണം എന്നുള്ള സ്വപ്നം വരുവാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഓരോരോ അഭിലാഷങ്ങളുണ്ട്. ഇവർ ഇതിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ സിറ്റുവേഷനിൽ ഇവർ മാറിക്കൊണ്ടിരിക്കും. അതായത് മനുഷ്യന്റെ ഉള്ളിലെ നന്മയും തിന്മയും ഒക്കെ പലപ്പോഴായിട്ട് സാഹചര്യം അനുസരിച്ച് പുറത്തേക്ക് വരുന്ന പോലെ തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കും. സോ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ നയൻതാരയുടെ ക്യാരക്ടറാണ്. അതായത് ഇപ്പം മാധവനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ മുൻപും ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നയൻതാര ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവരുടെ ക്യാരക്ടർ അങ്ങ് സ്വിച്ച് ചെയ്യുന്നത്. പുള്ളിക്കാരി വേറൊരു ലെവലിലേക്ക് മാറിക്കഴിയാണ്. അവർ ഒരു നല്ല ഭാര്യയാണോ, അവരിൽ സ്നേഹമുണ്ടോ, അവര് ഈ കാണുന്ന പോലെ നന്മ നിറഞ്ഞ ഒരാളാണെന്നുള്ള സംശയമൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ മാറുന്നുണ്ട്. അപ്പൊ നയൻതാര എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി എല്ലാവരും ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒരിക്കലും പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതായത് അതിന് മാത്രം പോകുന്ന ഗംഭീരമായ അഭിനയം ഞാൻ അവരിൽ കണ്ടിട്ടില്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ആ കുമുദ എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന അവസ്ഥകള്, അവർ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോരോ നിമിഷങ്ങളുണ്ട്. നിലപാടുകൾ മാറ്റുന്നുണ്ട്, സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കണം. അവരുടെ ഉള്ളിൽ ആ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം, അവരുടെ ഉള്ളിൽ ആ ഒരു വില്ലനിസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നയൻതാര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത കാലത്ത് കണ്ട നയൻതാരയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഈ മൂവിക്കകത്ത് വരുന്നത്. അതേപോലെ തന്നെ മാധവന്റെ ഞാൻ മുൻപേ പറഞ്ഞു, ഇതുപോലത്തെ പെർഫോമൻസ് കുറെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കര പുതുമയൊന്നും തന്നിട്ടില്ല. പിന്നെ സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ ഒരു ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കിയ ക്യാരക്ടർ. കാരണം പുള്ളിക്കാരൻ ഭയങ്കര പാഷനേറ്റ് ആണ്. ക്രിക്കറ്റ് അല്ലാണ്ട് പുള്ളിക്ക് മറ്റൊരു ലൈഫില്ല. സ്വന്തം വീടിനകത്താണെങ്കിൽ പോലും പുള്ളിക്കാരന് ആ ഒരു ക്രിക്കറ്റ് മാത്രമാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യ, മകൻ തുടങ്ങിയ ഒന്നിനോട് പ്രത്യേകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് അതിനകത്ത് കൃത്യമായിട്ട് വീണ്ടും കാണിക്കുന്നത്, പുള്ളിയുടെ ആ ഒരു നിർവികാരത എന്ന് പറയുന്നത് കൃത്യമായിട്ട് വീണ്ടും കാണിക്കുന്ന സംഭവമാണ് മകനെ നഷ്ടപ്പെടുന്ന സമയത്തും. തുടക്കം മുതൽ കുടുംബത്തിനോടുള്ള ഒരു നിർവികാരത ആ നിമിഷത്തിൽ പോലും യാതൊരു മാറ്റവും ഇല്ലാണ്ട് കാണിക്കുന്നുണ്ട്. സോ അത് വളരെ മൈന്യൂട്ട് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീര ജാസ്മിന്റെ പെർഫോമൻസ്, ഈ മീര ജാസ്മിൻ തിരിച്ചു വന്നതിന് ശേഷം ആകെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഒറ്റ മൂവിയേ ഉള്ളൂ മലയാളത്തിൽ. അത് പാലും പഴവും എന്ന് പറയുന്ന VK പ്രകാശ് ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. അതിനുശേഷം പുള്ളിക്കാരിയുടെ കാണാൻ കൊള്ളാവുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിക്കകത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതിനകത്തുള്ള ഒരു കഥാപാത്രം ഒരു പഴയകാല സിനിമ നടിയാണ്. പക്ഷെ നിലവിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള അർജുന്റെ ഭാര്യയായിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ക്യാരക്ടറാണ്. ഇതിൽ ഇവര് ബോധപൂർവം ചെയ്തൊരു കാര്യമാണ്. മീര ജാസ്മിന്റെ ഒരുപാട് ഷോട്ടുകൾ ഇവര് മനഃപൂർവ്വം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഫാമിലി സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഫാമിലിക്കകത്ത് ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് പോലും മീര ജാസ്മിൻ ചെയ്യുന്ന ആ കഥാപാത്രത്തിന്റെ ഷോട്ടുകൾ ഇവർ മാക്സിമം കുറയ്ക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാരയെ പോലെ തന്നെ ഒരു കാലത്ത് തിളങ്ങി നിന്നിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് മീര എന്ന് പറയുന്നതും, അതും വളരെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഷോട്ടുകൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നയൻതാര എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനോളം തന്നെ സമമായിട്ട് മീരയുടെ ക്യാരക്ടർ ഇതിനകത്ത് വരും.
കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് മീര എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ്. സോ ആ ഒരു കഥാപാത്രത്തിന്റെ പ്രാധാന്യം നയൻതാരയേക്കാൾ കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നയൻതാര ചെയ്ത കുമുദയേക്കാൾ കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മീരയുടെ ഈ ഷോട്ടുകൾ ഇവർ കുറച്ചിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആക്ച്വലി ഇത് മീര ജാസ്മിന് കൊടുക്കേണ്ട ഒരു ക്യാരക്ടർ അല്ല. സഹനടിയായിട്ട് അഭിനയിക്കുന്ന മറ്റേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്, പ്രത്യേകിച്ചും തമിഴ് ഇൻഡസ്ട്രിക്കകത്ത് ഏതെങ്കിലും ഒരു സഹനടിക്ക് കൊടുക്കേണ്ട ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ മീര ജാസ്മിന് കൊടുത്തു. പക്ഷെ മീര ജാസ്മിന് കൊടുക്കുമ്പോഴും ഇവർ ശ്രദ്ധിച്ചു, നയൻതാരയോളം എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഷോട്ടൊക്കെ കുറച്ചു. എന്തായാലും മീര കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യം, പുള്ളിക്കാരിയുടെ സൗണ്ട് വേറെ ആരോ ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം മീരയുടെ സൗണ്ട് പല കഥാപാത്രങ്ങളുടെയും ആ ഒരു എനർജി ലെവൽ കുറയ്ക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിന് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഇവരുടെ മകനായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരന്റെ ആ കുട്ടിയുടെ അഭിനയമൊക്കെ കാണാനാണെങ്കിൽ ഭയങ്കര രസമായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് മനുഷ്യന്റെ ഉള്ളിലെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളൊക്കെയാണ് പറയുന്നത് എങ്കിൽ കൂടിയും ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത കാര്യമാണ് സ്ത്രീകളുടെ ഉള്ളിലെ ദീർഘക്ഷമ എന്ന് പറയുന്ന സംഭവം. രണ്ട് കഥാപാത്രങ്ങളിലൂടെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്ന് നയൻതാര ചെയ്യുന്ന കുമുദ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയും മറ്റൊന്ന് മീര ജാസ്മിന്റെ ക്യാരക്ടറിലൂടെയാണ്. മീരയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ച് ഭർത്താവിന്റെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കുന്ന, അതും സ്വയം ഓക്കെ അല്ലാഞ്ഞിട്ട് കൂടിയും സ്വന്തം കുടുംബം നിലനിർത്താനും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാക്സിമം കൂടെ നിൽക്കുന്ന, അതും ക്ഷമയോട് കൂടെ നിൽക്കുന്ന ക്യാരക്ടറാണ്. അതേസമയം തന്നെ കുമുദയും അതുപോലെ തന്നെയാണ്. പുള്ളിക്കാരി ആഗ്രഹിച്ച ലൈഫ് കിട്ടുന്നില്ല, പുള്ളിക്കാരി ആഗ്രഹിച്ച ഒരു സന്തോഷം പോലും കിട്ടാനിട്ട് കൂടിയും ദീർഘക്ഷമയോട് കൂടിയിട്ട് ഭർത്താവിന്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. കുമുദ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കുന്ന, അയാളുടെ സ്വപ്നത്തിന് വേണ്ടി അയാളുടെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഭാര്യയാണ്. ആ ദീർഘക്ഷമ എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമയ്ക്കകത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരുപോലെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾക്കിടയിലെ സ്നേഹം എന്ന് പറയുന്ന സംഭവങ്ങളും ഓരോ കഥാപാത്രങ്ങളിലും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ശരവണൻ എന്ന് പറയുന്ന മാധവന്റെ ക്യാരക്ടർ ആണെങ്കിൽ പുള്ളിക്കാരന് ഭാര്യയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതേസമയം അയാളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിക്ക് അയാൾ തളർന്നു പോകുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ കഥാപാത്രമാണെങ്കിൽ ഇയാൾക്ക് മകനോടുള്ള സ്നേഹമുണ്ട്, ക്രിക്കറ്റിനോടുള്ള പാഷനുണ്ട്. പക്ഷെ ക്രിക്കറ്റാണ് എപ്പോഴും മുൻതൂക്കം എന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പോഴും സ്നേഹം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം മീര ജാസ്മിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അവർക്ക് സ്വപ്നങ്ങൾക്കും പാഷനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം മകൻ മതി തുടങ്ങിയ സ്നേഹങ്ങളാണ് കൂടുതലായിട്ടും പ്രകടമാകുന്നത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളിലൂടെയും വൈകാരികപരമായിട്ടാണ് ഈ സിനിമ സഞ്ചരിച്ചിട്ടുള്ളത്. ഓരോ കഥാപാത്രങ്ങളുടെയും മനസ്സിനെ വളരെ സങ്കീർണമായിട്ട് തന്നെ പുറത്തേക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്തായി തീരും, അല്ലെങ്കിൽ ഈ സിനിമ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ 2 മണിക്കൂർ 25 മിനിറ്റ് ഈ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാലും ഇത്രയേറെ ലെയറുകളായിട്ട് ഈ സിനിമ കാണിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്, സിനിമയുടെ ക്ലൈമാക്സ് പ്രേക്ഷകർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും പെർഫോം ചെയ്യിപ്പിച്ചിട്ട് ഒന്നും കാര്യമില്ലാത്ത ഒരു അവസ്ഥയായി പോകും. നിരാശാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ റൺ ടൈം തന്നെയാണ്. അതൊന്ന് വെട്ടിച്ചുരുക്കിയിരുന്നുവെങ്കിൽ ഈ സിനിമ ഇത്രയ്ക്കധികം മുഷിപ്പിക്കുന്ന അവസ്ഥ വരില്ല. നിരാശ എന്ന് പറയുന്ന സംഭവമാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടുക. എത്ര മികച്ച പെർഫോമൻസ് വന്നാലും, എത്ര മികച്ച മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള വിവരണങ്ങൾ സംഭവിച്ചാലും സിനിമ മടുപ്പിക്കുന്നു, സിനിമ മുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥമില്ലല്ലോ. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ശക്തിശ്രീ ഗോപാലിനാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആ ഒരു ഫീല് പലപ്പോഴും കിട്ടുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ കൂടെയുള്ള ആ നയൻതാരയുടെ കുമുദ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതിന്റെ സംഗീതം തന്നെയാണ്. വളരെ രസകരമായിട്ട്, വളരെ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ഫീല് കിട്ടുമല്ലോ, ആ സംഭവം ഇതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ TS സുരേഷ് ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂവിക്ക് അനുസരിച്ചുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ടെക്നിക്കലി വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തെടുത്ത ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കുറച്ച് മുഷിപ്പിക്കൽ സംഭവമാണ്, പ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സംഭവം കുറച്ച് ലാഗ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കുറച്ച് പ്രശ്നങ്ങളാണ് സിനിമയ്ക്ക് കാര്യമായിട്ട് വരുന്നത്. എന്നാലും നയൻതാരയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്.